നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ പുതിയൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുകയാണ്. നമുക്ക് 50 രൂപ മുതൽ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ. പേപാൽ വഴിയാണെങ്കിൽ നമുക്ക് 50 രൂപയും മുതൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് സിസ്റ്റത്തിൽ വർക്കിംഗ് ആണ്, നിങ്ങളുടെ ആൻഡ്രോയിഡിൽ വർക്കിംഗ് ആണ്, ആപ്പിളിലാണെങ്കിലും വർക്കിംഗ് ആണ്. സോ എല്ലാ പ്ലാറ്റ്ഫോമിലും വർക്ക് ചെയ്യുന്ന നമുക്ക് എല്ലാ ഓഫേഴ്സും ഉള്ള ഒരു ബണ്ടിൽ ഓഫ് ഓഫേഴ്സുള്ള ഒരു ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ ഒരു സൈറ്റാണ് നമ്മൾ പരിചയപ്പെടുക. അപ്പോൾ ഈ സൈറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമുക്ക് സൈറ്റിൻ്റെ പേര് EARNUT എന്നാണ്. നമ്മൾ നേരെ ഡയറക്റ്റ്ലി വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ ഓഫേഴ്സ് ഉണ്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് കുറേ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് സർവേ നടത്തിക്കൊണ്ട്, അതായത് 0.48 അതായത് 50 രൂപ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ, അതായത് 3 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റിൻ്റെ സർവേ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 രൂപ കിട്ടും. ദെൻ കൂടാതെ ഗെയിം ആണെങ്കിൽ ഏറ്റവും ചെറിയ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് £1, അഥവാ നമ്മുടെ നാട്ടിൽ രൂപ പറയുമ്പോൾ 106 രൂപയാണ് ഇപ്പോഴത്തെ പൗണ്ടിൻ്റെ റേറ്റ്. അപ്പോൾ 106 മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ആപ്പുകളുണ്ട്, ഒപ്പീനിയൻ ആപ്പുകളുണ്ട്, പിന്നെ അങ്ങനെ കുറേ ഗെയിംസിൻ്റെ സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ കിട്ടുന്ന എമൗണ്ടുകൾ അല്ലെങ്കിൽ ടാസ്കുകൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കാണാം, ഗെയിമുകളായിട്ട് കാണാം. ഇനി ഇത് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ മീഡിയ നമുക്ക് നിലവിലുണ്ടോ ആ എല്ലാ മീഡിയ വഴി നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ. കൂടാതെ ഇനിയിപ്പോൾ എന്നുള്ള സെക്ഷനിൽ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ നിലവിൽ ഓഫേഴ്സ് റണ്ണിങ് ആണ്. അതായത് ഓഫർ പറയുന്നത് ഈ പറയുന്ന എല്ലാ ഓഫറും സിസ്റ്റത്തിലായാലും ആൻഡ്രോയിഡിലാണെങ്കിലും ആപ്പിളിലാണെങ്കിലും നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരു ഗെയിം ഇൻസ്റ്റാൾ കഴിഞ്ഞാൽ, ലൈക്ക് ഗെയിം രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ £18 £18 എന്ന് പറയുമ്പോൾ ഏകദേശം 1800 അല്ലെങ്കിൽ 1900 രൂപ വരും ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട്. അപ്പോൾ പിന്നെ സർവേ അങ്ങനെയുള്ള കുറേ ഓഫറുകൾ ഇപ്പോൾ നിലവിൽ റണ്ണിങ് ആണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇങ്ങനെ കുറേ റിവാർഡുകളും അല്ലെങ്കിൽ ഗെയിമുകൾ നിങ്ങൾക്ക് കളിച്ചുകൊണ്ട് ഏൺ ചെയ്യാം, അല്ലെങ്കിൽ സർവേ കണ്ടക്ട് ചെയ്തുകൊണ്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ സർവേയുടെയൊക്കെ പറയുകയാണെങ്കിൽ മിനിമം സർവേയുടെ റേറ്റ് പറയുന്നത് £1 അതായത് നിങ്ങൾ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക, പുതിയ യൂസർ ആണെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക, ഫസ്റ്റ് സർവേ എടുക്കുക, അവർക്കെല്ലാം £1 100 രൂപ അല്ലെങ്കിൽ 106 രൂപ മിനിമം നമുക്ക് സർവേയിൽ കിട്ടും. ഇനി ഇങ്ങനെ ഓഫേഴ്സിൻ്റെ കാര്യം, ഗെയിമുകളെല്ലാം ഉണ്ട്, എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗെയിം നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കളിച്ചിട്ടുള്ള എല്ലാ ഗെയിംസും ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഏത് വേണമെങ്കിലും മൊബൈലിലും സിസ്റ്റത്തിലും ഒക്കെ നമുക്ക് കളിക്കാൻ പറ്റുന്നതാണ്. അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല, ഏത് വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതാണ് ഗെയിം സെക്ഷനിലേക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ ഓഫർ സെക്ഷനിലേക്ക് പറയുമ്പോൾ. പിന്നെ ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ 1266 പോയിൻ്റ് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു £1. അതായത് 1266 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 106 രൂപയ്ക്ക് തുല്യമാണ്. അതിന് നിങ്ങൾക്ക് 106 രൂപയായിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ 106 രൂപ കിട്ടും. ഇതിൽ നമുക്ക് വിഡ്രോയിൽ പേപ്പാൽ വഴിയാണ് നിങ്ങൾക്ക് 50 രൂപ, അതായത് 0.4 മുതൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും ഈസി ആയിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ, നമ്മൾ പറയുന്ന ക്രിപ്റ്റോ അല്ലെങ്കിൽ ബിറ്റ്കോയിൻ വഴി നമുക്ക് വിഡ്രോ ചെയ്യാം. മിനിമം €24 എന്നാണ് പറയുക, അല്ലെങ്കിൽ പൗണ്ടിൽ നിന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് വേണ്ട. ദെൻ ഇത് അറിയാൻ വഴി നിങ്ങൾക്ക് RTX, ഡോജി കോയിൻസോ, BNB, USD ആയിട്ടോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള വാലറ്റ്, ക്രിപ്റ്റോ വാലറ്റുകൾ വഴി നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ വാലറ്റുകൾ ഗിഫ്റ്റ് കാർഡുകളായിട്ട് മാറ്റാൻ പറ്റും. ലൈക്ക് പേപ്പാൽ, ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് പേപ്പാലാണ്. ഏറ്റവും ക്രിയേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാൻ എളുപ്പം പേപ്പാൽ ആയതുകൊണ്ട് പേപ്പാൽ വഴി നമ്മൾ ചെയ്യുന്നു. പേപ്പാൽ വഴിയാകുമ്പോൾ 0.79 മുതൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇനി സ്റ്റീം അക്കൗണ്ടിലേക്ക്, അഥവാ നമ്മുടെ ഒഫീഷ്യൽ സ്റ്റീം അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. ആപ്പിൾ പേ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, അങ്ങനെ പറയുന്ന എല്ലാം ഉണ്ട്. ഇനി അതെല്ലാം മറ്റേതെങ്കിലും ഗെയിംസിൻ്റെയൊക്കെ സ്കിന്നുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്ന പോയിൻറ്റിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. കൗണ്ടർ സ്ട്രൈക്കിൻ്റെയും റസ്റ്റിൻ്റെയൊക്കെ സ്കിൻ വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള പോയിൻറ്റിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ക്യാഷ് ഔട്ടിൻ്റെ സെക്ഷൻ. ഇനി റിവാർഡുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾക്ക് റിവാർഡ് സെക്ഷൻ ഉണ്ട്. അതായത് പ്രൊമോ കോഡ് നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീല് കറക്കാൻ പറ്റും. സ്പിന്നിങ് വീലുണ്ട്. ഏകദേശം 197.50 പൗണ്ട് വരെ, അതായത് ഏകദേശം ഒരു 19,000 രൂപയുടെ അടുത്ത്, 19,000 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് സ്പിൻ കറക്കി യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് പ്രൊമോ കോഡ് അടിച്ചാൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം. വെറുതെ വീല് സ്പിൻ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് 100
പോയിൻ്റ് കിട്ടിയത്, 0.08 പൗണ്ട്. ഓക്കെ, ഞാനത് കിട്ടി, തൃപ്തനായി. ശരി, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള ജനറലായിട്ട് പറയുന്ന കാര്യങ്ങൾ. വീൽ സ്പിൻ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൊമോ കോഡ് തന്നെ ചൂസ് ചെയ്യാം കേട്ടോ. ദെൻ ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗെയിംസ് ഇപ്പോൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഏകദേശം മന്ത്ലി ഗെയിം കളിച്ച് മാത്രം ഏൺ ചെയ്തിരിക്കുന്നത് 395 പൗണ്ടാണ്. അതായത് 39,500 രൂപ, ഏകദേശം 40,000 രൂപയുടെ അടുത്ത് ഒരാൾ 2 പേരങ്ങനെ മന്ത്ലി ഏൺ ചെയ്തേക്കുന്നതാണ്. ഫാസ്റ്റായിട്ട് ഒരു ഇവൻറ്റ് പ്ലേ ചെയ്ത് ഗെയിം കളിച്ച് 7.9 പൗണ്ട്, അതായത് 700-800 രൂപ, അതായത് 2 മിനിറ്റ് 3 മിനിറ്റിൻ്റെ ഗെയിം കളിച്ച്. ഇതാണ് ലീഡ് ബോർഡ് കാണിക്കുന്നത് നിലവിൽ. അപ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം, അഫിലിയേറ്റ് ചെയ്യാം. അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏൺ ചെയ്യാം. അപ്പം ഇങ്ങനെ കുറേ ഓഫേഴ്സ് എല്ലാം വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ വെബ്സൈറ്റാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തിയ EARNUT എന്ന് പറയും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാം. സിസ്റ്റത്തിൽ നിന്നവർ അങ്ങനെ ചെയ്യാം, മൊബൈലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തായാലും നമുക്ക് ഏണിങ് ഷുവർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഓർക്കുക, 1266 പോയിൻ്റ് മതി നമുക്ക് 1 പൗണ്ട് അഥവാ 106 രൂപ ഏൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങളൊന്നാണ് ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ്. അപ്പോൾ പുതിയ ആപ്ലിക്കേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.